إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 169 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ, നിശ്ചയമായും അവൻ നിങ്ങളോട് ബിസ്സൂഇ വൽ ഫഹ്ശാ, നീചവൃത്തികളും തിന്മയും മാത്രമേ ആ പിശാച് നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. നീചവൃത്തി കൊണ്ടും തിന്മ കൊണ്ടും മാത്രമേ ആ പിശാച് നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. അതാണ് പിശാചിന്റെ ശൈലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, വഅൻ തഖൂലു, നിങ്ങൾ പറയുവാനും, അലല്ലാഹി, അല്ലാഹുവിന്റെ പേർ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം, നിങ്ങൾക്കറിയാത്ത ഒരുപാട് വഴിപ്പിഴവുകളും അതുപോലെയുള്ള വഴിപ്പിഴവുകളും അതിക്രമങ്ങളും അതുപോലുള്ള കുറ്റകരമായ വാക്കുകളും അല്ലാഹുവിന്റെ മേൽ പറയാനാണ് ആ പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കുക. അല്ലാഹുവിന് പുത്രനുണ്ടെന്ന വാദം, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന വാദം, ഉസൈർ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണെന്ന വാദം, ലാത്തയും ഉസ്സയും മനാത്തയുമൊക്കെ അല്ലാഹുവിന്റെ പങ്കുകാരാണെന്ന വാദം, ഇത്തരത്തിലുള്ള പഴച്ച വാദങ്ങൾ, മനുഷ്യർക്കറിയാത്ത ഒരുപാട് വഴിപഴച്ച തത്വങ്ങളും അനുഷ്ഠാനങ്ങളും ഇബ്ലീസാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം അല്ലാഹുവിന്റെ മേൽ ഒരു ദുരാരോപണമായി ആരോപിക്കാനുമാണ് ആ പിശാച് നിങ്ങളോട് കൽപ്പിക്കുക. ചിത്തകാര്യങ്ങളും വൃത്തികെട്ട കാര്യങ്ങളും ഇത്തരത്തിലുള്ള ശിർക്കും കുഫ്റുമൊക്കെയാണ് ആ പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യുക എന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ സാമാന്യമായതിന്റെ പൊരുൾ. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുകയും ആ പിശാചിന്റെ തന്ത്രങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അണിനിരന്നുകൊണ്ട് നാം നേരായ പാതയിൽ സഞ്ചരിക്കണമെന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദേശം. ആ പിശാചിന്റെ അനുയായികളായ മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യ പിശാചുക്കളും ഒരുപാടുമുണ്ട്. അത്തരം മനുഷ്യ പിശാചുക്കളെയും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്നാണ് ഇത്തരം ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പോ അത്തരം മനുഷ്യ പിശാചുക്കളെയോ ജിന്നി പിശാചുക്കളെയോ നമ്മൾ പിൻപറ്റാൻ പാടില്ല. അവർ നമ്മെ വഴിപഴപ്പിച്ചുകൊണ്ട് നരകക്കുണ്ടിൽ തള്ളിയിടുന്നതാണ്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ച് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.